ഹായ് ഓൾ. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് പീരിയഡ്സ്, എന്താണ് മെൻസസ് എന്നുള്ളതാണ്. സോ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് എന്താണെന്ന് വെച്ചാൽ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും പീരിയഡ്സ് ഇല്ല. വളരെ കുറച്ച് 4-5 മാമൽസിന് മാത്രമാണ് പീരിയഡ്സ് ഉള്ളത്. ഫോർ എക്സാമ്പിൾ മങ്കീസ്, കുരങ്ങന്മാരിൽ, അതേപോലെ വവ്വാലുകളിൽ, ബാറ്റ്സിൽ ഒക്കെയാണ് പീരിയഡ്സ് ഉള്ളത്. അതിൽ പെടുന്നത് തന്നെയാണ് മനുഷ്യരും. അപ്പോൾ അതും മനുഷ്യരിലാണ് ഇത് ഏറ്റവും കൂടുതൽ കാലം നീണ്ടു നിൽക്കുന്നതും. ഓക്കെ, അപ്പം എന്താണ് പീരിയഡ്സ് അല്ലെങ്കിൽ എന്താണ് മെൻസസ് എന്ന് മനസ്സിലാക്കാം. അപ്പം അതിനാദ്യം എന്താണ് ഒരു മെൻസ്ട്രൽ സൈക്കിൾ എന്ന് മനസ്സിലാക്കണം. സോ ഹിയർ നമുക്കറിയാം ഒരു മെൻസ്ട്രൽ സൈക്കിൾ എന്ന് വെച്ചാൽ ഡേ 1 എന്ന് പറയുന്നത് നിങ്ങൾക്ക് പീരിയഡ്സ് ആവുന്ന ഫസ്റ്റ് ഡേ. അത് 3 മുതൽ 8 ദിവസം വരെ നീണ്ടു നിൽക്കാം. ഇനി അത് 28 ദിവസം കൂടുമ്പോഴാണ് ആവുന്നതെങ്കിൽ പീരിയഡ്സിൻ്റെ 2 ആഴ്ച മുമ്പ്, അതായത് 14ാമത്തെ ദിവസമാണ് ഓവുലേഷൻ നടക്കുന്നത്. അതായത് അണ്ഡാശയത്തിൽ നിന്ന് അണ്ടം റിലീസാവുന്നത്. അതേപോലെ ഈ 12ാമത്തെ ദിവസത്തിനും ഒരു പ്രത്യേകത ഉണ്ട്. അപ്പം പീരിയഡ് സൈക്കിൾ ഒരു ബേസിക് ആയിട്ട് കിട്ടിയെന്ന് വിചാരിക്കുന്നു. സോ എന്താണ് ഈ 12ാമത്തെ ദിവസം അല്ലെങ്കിൽ 14ാമത്തെ ദിവസമൊക്കെ ബോഡിയിൽ നടക്കുന്നത് നോക്കാം. അപ്പോൾ എന്താണ് പീരിയഡ്സ് എന്ന് ക്ലിയർ ആവും. ഓക്കെ, സോ ഹിയർ ഇതാണ് നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസ്, അതായത് വെജൈന. ഇതാണ് വെജൈന. ഈ പേരുകളൊക്കെ ഇവിടെ മെൻഷൻ ചെയ്യുന്നത് ജസ്റ്റ് ഈ പ്രോസസ്സ് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്. ഇത് നമ്മുടെ വെജൈന, ഇത് യൂട്രസ് ഗർഭപാത്രം, ഇത് ഓവറി അണ്ഡാശയം, ഇത് ഫെലോപ്പിയൻ ട്യൂബ്. അപ്പോൾ ഓരോ പെൺകുഞ്ഞ് ജനിക്കുമ്പോഴും അവരുടെ ബോഡിയിൽ 100 കണക്കിന് ഒരു പെർട്ടിക്കുലർ നമ്പർ എഗ്ഗ് ഉണ്ടായിരിക്കും. അത് ഓരോ പെൺകുട്ടികളിലും വ്യത്യസ്തവുമായിരിക്കും. ഇത് ഇവരുടെ ഓവറിയിൽ അണ്ഡാശയത്തിലുണ്ടായിരിക്കും. ഇത് ഇമ്മച്യൂർ ആയിരിക്കും, അതിന് വളർച്ച എത്തിയിട്ടുണ്ടാവില്ല. ഈ പെൺകുട്ടിക്ക് 12 വയസ്സ് മുതൽ, അതായത് 12-13 വയസ്സ് ഫസ്റ്റ് പീരിയഡ്സ് ആവുന്ന സമയത്തായിരിക്കും ഈ എഗ്ഗൊക്കെ മെച്യൂർ ആവുന്നത്. അപ്പം ഓരോ മാസവും എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഓരോ മാസവും ഒരു എഗ്ഗ് മെച്യൂറായിട്ട് ഈ അണ്ഡാശയത്തിൽ നിന്നും റിലീസായിട്ട് ഇവിടെ ഈ ഫെലോപ്പിയൻ ട്യൂബിൽ വരികയാണ് ചെയ്യുക. ഇവിടുന്ന് റിലീസായിട്ട് ഇങ്ങനെ ഫെലോപ്പിയൻ ട്യൂബിൽ വന്ന് നിൽക്കും. ഇതേ സമയം ഇത് സംഭവിക്കുന്നത് നമ്മുടെ മെൻസ്ട്രൽ സൈക്കിളിൻ്റെ 14ാമത്തെ ദിവസത്തിലാണ്. അതായത് പീരിയഡ്സിൻ്റെ 2 ആഴ്ച മുമ്പാണ് ഈ എഗ്ഗ് റിലീസായിട്ട് ഫെലോപ്പിയൻ ട്യൂബിലേക്ക് വരുന്നത്. ഓക്കെ, അതൊരു മെച്യൂർ എഗ്ഗായിരിക്കും. അതേസമയം ഇവിടെ വെജൈനയിൽ സ്പേം ഉണ്ടെങ്കിൽ ഈ സ്പേമും കൂടെ ഇവിടെ വന്നിട്ട് എഗ്ഗുമായിട്ട് കൂടിച്ചേർന്ന് സൈഗോട്ടായി മാറും. അതായത് ഈ ലേഡി പ്രഗ്നൻ്റ് ആവും. ഓക്കെ, ഇനി ഈ എഗ് ആൻഡ് സ്പേം കൂടി ചേർന്നിട്ട് ഒരു സൈഗോട്ടായി മാറി ഇത് പതുക്കെ പിന്നെ യൂട്രസിൽ വന്നിട്ട് ഇതിൻ്റെ ഭിത്തുകളിൽ ഒട്ടിപ്പിടിച്ച് ഒരു കുഞ്ഞായിട്ട് വളരും. ഇതാണ് പ്രഗ്നൻസീൻ്റെ ബേസിക് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ. സോ അപ്പം ആ പ്രോസസ്സ് ശരിക്കും അവിടെ തീർന്നു. ഇനി നമ്മൾ പറഞ്ഞു 14ാമത്തെ ദിവസം ഇതിങ്ങനെ റിലീസായിട്ട് ഇവിടെ വരുമെന്ന്. ഓക്കെ, അപ്പം സ്പേം ഇവിടെ വന്ന് അതൊരു പ്രഗ്നൻസിയിൽ എത്തിയില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. അപ്പം നമുക്കറിയാം എഗ്ഗിന് 24 മണിക്കൂർ മുതൽ 48 മണിക്കൂർ 1-2 ദിവസം മാത്രമാണ് ഒരു എഗ്ഗിൻ്റെ ആയുസ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ എഗ്ഗ് നശിച്ചു പോവുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പം ഇനി 14ാമത്തെ ദിവസമാണ് ഈ എഗ്ഗ് റിലീസാവുന്നതെന്ന് മനസ്സിലായി. പക്ഷേ ഈ എഗ്ഗ് റിലീസാവുന്നതിൻ്റെ 2 ദിവസം മുമ്പ്, അതായത് മെൻസ്ട്രൽ സൈക്കിളിലെ 12ാമത്തെ ദിവസം ഈ യൂട്രസിനൊരു കാര്യം സംഭവിക്കുന്നുണ്ട്. അതായത് ഇപ്പം നമ്മൾ ഒരു കുഞ്ഞ് വരുമ്പം വീടൊക്കെ ഒരുങ്ങുന്ന പോലെ നമ്മുടെ ബോഡി അതിന് വേണ്ടിയിട്ട് ഒരുങ്ങും. അതായത് യൂട്രസിൻ്റെ ഭിത്തികളൊക്കെ കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് അവിടെ ഒരു തിൻ ലെയർ ഓഫ് ഒരു ലൈനിങ് ഉണ്ടാവും. അതാണ് എൻഡോമെട്രിയം. ഇങ്ങനെ യൂട്രസിൻ്റെ ഭിത്തികളൊക്കെ ഒരു ലെയർ അവിടെ ഫോം ചെയ്യും. അതാണ് എൻഡോമെട്രിയം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ 12ാമത്തെ ദിവസം തന്നെ ഇവിടെ ഒരു സ്പേം വന്ന് എഗ്ഗുമായിട്ട്
2 ദിവസം കൂടെ കഴിഞ്ഞാൽ എഗ് റിലീസാവും, സ്പേം അവിടെ വരും, ഒരു ബേബി ഉണ്ടാവും എന്ന് വെയിറ്റ് ചെയ്ത് അല്ലെങ്കിൽ അതിനു വേണ്ടി തയ്യാറായിരിക്കുന്ന യൂട്രസാണിത്. ഓക്കെ, സോ ഞാൻ പറഞ്ഞു എഗ്ഗ് ഇവിടെ വന്നു കഴിഞ്ഞാൽ അതിന് 2 ദിവസത്തെ 1-2 ദിവസത്തെ ആയുസുള്ളൂ. 2 ദിവസം കഴിഞ്ഞിട്ടും സ്പേം വന്നില്ല, അതൊരു സൈഗോട്ടായി മാറിയില്ല, അതൊരു പ്രഗ്നൻസിയിൽ എത്തിയില്ല എന്നുണ്ടെങ്കിൽ ഈ എഗ്ഗ് നശിച്ചു. 2 ദിവസം കഴിയുമ്പോൾ എഗ്ഗ് നശിച്ചു, പിന്നെ അവിടെ സ്പേം വന്നിട്ടും കാര്യമില്ല. ഓക്കെ, സോ ബോഡിയുടെ ഹോർമോണൽ ചേഞ്ചസ് കാരണം ബോഡിക്ക് മനസ്സിലാവും ഓക്കെ അവിടെ ഒരു പ്രഗ്നൻസിക്ക് ചാൻസ് ഇല്ല. അപ്പോൾ പിന്നെ ഈ പ്രഗ്നൻസിക്ക് തയ്യാറായി, പ്രഗ്നൻസിയെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായി നിന്ന് എൻഡോമെട്രിയം, ഈ ഒരു ലെയറിൻ്റെ ആവശ്യം ഇവിടെയില്ല. അപ്പോൾ അതെന്ത് ചെയ്യും, 3 മുതൽ 8 ദിവസം വരെ എടുത്തിട്ട് അതിങ്ങനെ ബോഡിയിൽ നിന്ന് ഇതിങ്ങനെ ഇവിടെ നിന്നൊക്കെ ബ്രേക്കായിട്ട് ബ്ലഡും ടിഷ്യൂസും ഒക്കെ ആയിട്ട് വെജൈനയിലൂടെ റിലീസാവും, പുറത്തു പോകും. ഓക്കെ, ഇതിൻ്റെ ആവശ്യം ഇവിടെ ഇല്ലല്ലോ. അതാണ് നമ്മുടെ പീരിയഡ്സ് എന്ന് പറയുന്നത്. ഈ ആവശ്യമില്ലാത്ത ലെയർ ഓഫ് ടിഷ്യൂസ് ആൻഡ് ബ്ലഡിൻ്റെ കൂടെ അതൊക്കെ ഇങ്ങനെ പോവുകയാണ് ചെയ്യുക. ഓക്കെ, സോ അതാണ് ഓരോ മാസവും സംഭവിക്കുന്നത്. ഇത് ഇങ്ങനെ ഒരു സൈക്കിളായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അതായത് ഈ ഓവുലേഷൻ നടന്ന് 2 ആഴ്ച കഴിഞ്ഞിട്ടും ഒന്നും സംഭവിക്കാത്തത് കൊണ്ട്, അതായത് ഒരു പ്രഗ്നൻസി ഒന്നും എത്താത്തത് കൊണ്ട് 2 ആഴ്ച കഴിയുമ്പോൾ ഇതിങ്ങനെ നശിച്ചു പോവുകയാണ് ചെയ്യുക. പിന്നെ എന്ത് ചെയ്യും, ഈ 2 ആഴ്ച പീരിയഡ്സ് കഴിഞ്ഞ് വീണ്ടും ഇതേപോലെ 14ാമത്തെ ദിവസം ഇത് റിലീസാവുന്നു. പ്രഗ്നൻസി ആയാൽ ഓക്കെ, അല്ലെങ്കിൽ വീണ്ടും ഇതേപോലെ 12ാമത്തെ ദിവസം ഫോം ചെയ്ത ഈ ലെയർ നശിച്ച് പോകുന്നു. ഓക്കെ, ഇതാണ് ആ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇതുകൊണ്ടാണ് പീരിയഡ്സ് ആവുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പീരിയഡ്സ് മിസ്സായെങ്കിൽ അല്ലെങ്കിൽ പ്രഗ്നൻ്റ് ആയ ലേഡീസിന് പീരിയഡ്സ് ഇല്ലാത്തത് എന്തുകൊണ്ടാണ്, ഈ ലെയർ അവിടെ യൂസ്ഫുൾ ആവുകയാണ്, അതവിടെ ബ്രേക്ക് ആവുന്നില്ല. ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ.